ഇൻവെസ്റ്റേഴ്സിന് റീച്ച് ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ബിസിനസ് മോഡൽ എന്താണോ, ചിലപ്പോൾ ആ സെഗ്മെന്റിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും. ഇനീഷ്യലി അവരുടെ അടുത്ത് റീച്ച് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈ മോഡൽ ഇച്ചിരി കൂടെ മനസ്സിലാവും. അവർക്ക് ഇതിൽ കുറച്ചുകൂടെ ഇതിന്റെ വർക്ക് അറൗണ്ട് എങ്ങനെയാണ്, ഈ മോഡൽ വർക്കബിൾ ആവോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് ഒന്നുകൂടെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് ദർ ആർ സെക്ടർ ആഗ്നോസ്റ്റിക് ആയിട്ട്, അതായത് എല്ലാ രീതിയിലുള്ള സ്റ്റാർട്ടപ്പുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്തോട്ടേക്കും പിച്ച് ചെയ്യാം, മാക്സിമം ഇൻവെസ്റ്റേഴ്സിലോട്ടേക്ക് റീച്ച് ഔട്ട് ചെയ്യാം. അതിന് നമുക്ക് ലിങ്ക്ഡിനിലുള്ള കണക്ഷൻസ് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ നെറ്റ്വർക്കിൽ മുന്നേ ഫണ്ട് റേസ് ചെയ്തിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർ വഴി അപ്രോച്ച് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ ചാർട്ടേഡ് അക്കൗണ്ട് എടുത്തോ അല്ലെങ്കിൽ കൺസൾട്ടന്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആക്സസ് ഉള്ള ഏതെങ്കിലും ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും, ഇവരടുത്തോട്ടേക്ക് പിച്ച് ചെയ്യാം. എഗെയിൻ ഞാൻ ഇതിനൊരു നമ്പർ ഓഫ് ആൾക്കാരുടെ അടുത്തോട്ടേക്ക് റീച്ച് ഔട്ട് ചെയ്യണമെന്നാണ് ഞാൻ പറയാം. ഇറ്റ്സ് നോട്ട് ലൈക്ക് നിങ്ങൾ ഒരാളടുത്ത് റീച്ച് ഔട്ട് ചെയ്ത് അയാളുടെ തന്നെ കിട്ടുന്നുള്ള എക്സ്പെക്ടേഷനിൽ നിന്ന് കഴിഞ്ഞാൽ മേ ബി ഡീൽ ക്യാൻ ഗെറ്റ് കോൾഡ് ഓഫ് അറ്റ് സം പോയിന്റ്. പിന്നെ അത് വർക്ക്ഔട്ട് ആയില്ലെങ്കിൽ പിന്നെ അത് നമ്മുടെ ടൈമും ഇതും പോകും, പിന്നെ നമ്മളും മെന്റലി ഡൗൺ ആവും. സോ ഇറ്റ്സ് ബെറ്റർ നമ്മൾ മാക്സിമം ആൾക്കാരിലോട്ടേക്ക് റീച്ച് ഔട്ട് ചെയ്യുക. ഫണ്ട് റേസ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണെങ്കിൽ അവർക്ക് ഡെഫിനറ്റ്ലി കുറെ വിസിസുമായിട്ട് അല്ലെങ്കിൽ കുറെ ഇൻവെസ്റ്റേഴ്സുമായിട്ട് ആക്സസ് ഉണ്ടാവും. പിന്നെ നമ്മുടെ തന്നെ മുന്നേ ഫണ്ട് റേസ് ചെയ്തിട്ടുള്ള ഫൗണ്ടേഴ്സ് ഉണ്ടാവും, ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിട്ട്. അപ്പോൾ അവർക്ക് ഡയറക്ട്ലി ആ ഇൻവെസ്റ്റേഴ്സിലോട്ടേക്ക് എന്തായാലും ആക്സസ് ഉണ്ടാവും. ആൻഡ് ഇഫ് ദേ ആർ ഓൾസോ കോൺഫിഡന്റ് അബൌട്ട് യുവർ മോഡൽ ആൻഡ് ദേ പുട്ട് എ വേർഡ് വിത്ത് ദി ഇൻവെസ്റ്റർ വിൽ ടേക്ക് യു സീരിയസ്ലി. ഇങ്ങനെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. അഗെയിൻ ഇറ്റ്സ് ഓൾ അബൌട്ട് നെറ്റ്വർക്കിംഗ് ആൻഡ് കൈൻഡ് ഓഫ് ട്രൈങ് ടു റീച്ച് ദ റൈറ്റ് പേഴ്സൺ.